മദ്യത്തിന് നികുതി ഇളവ് നിലവിൽ വിവാദം ശക്തമാകുമ്പോഴും തീരുമാനവുമായി മുഖ്യമന്ത്രി മുന്നോട്ട്. തീരുമാനം ധനബില്ലിൽ ഉൾപ്പെടുത്തും. 1-ാം തീയതി ബിൽ പാസാക്കും മുൻപ് പാർട്ടിയിലും മുന്നണിയിലും സമവായമുണ്ടാക്കാനാണ് വി ഡി സതീശന്റെ ശ്രമം. പി വി അരുണിന്റെ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ ഒരടി പിന്നോട്ട് വെച്ച നിലപാടാണ് ഇന്നലെ നിയമസഭയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. UDF ചർച്ച ചെയ്ത് UDF തീരുമാന ശേഷം മാത്രമേ മദ്യവിൽപ്പന അനുവദിക്കൂ. അതായത് നികുതി നിർദ്ദേശം ബജറ്റിൽ കൊണ്ടുവന്നുവെങ്കിലും അത് നടപ്പാക്കണമെങ്കിൽ UDFന്റെ നയപരമായ അനുമതി വേണം. അതിനുശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന നിലപാടാണ് നിയമസഭയിൽ വി ഡി സതീശൻ സ്വീകരിച്ചത്. UDFിൽ നിന്നും കോൺഗ്രസിനുള്ളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും കടുത്ത എതിർപ്പ് എന്ന സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു നിലപാടിലെ മാറ്റം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. എന്നാൽ 1-ാം തീയതി അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലിൽ നികുതി നിർദ്ദേശം ഉൾക്കൊള്ളിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുൾപ്പെടെയുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ കൊണ്ടുവന്ന നികുതി നിർദ്ദേശം ഉൾക്കൊള്ളിച്ചുള്ള ഫിനാൻസ് ബില്ലാകും 1-ാം തീയതി നിയമസഭയിൽ അവതരിപ്പിക്കുക. അത് അന്ന് തന്നെ സബ്ജക്ട് കമ്മിറ്റി കൂടാതെ പാസാക്കാനുള്ള ഭേദഗതി ഇന്നലെ സഭ വരുത്തിയിരുന്നു. 1-ാം തീയതി ഫിനാൻസ് ബിൽ പാസ്സാകുമ്പോൾ ഈ നികുതി നിർദ്ദേശം ഉൾക്കൊള്ളും. അതോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള അതിന്റെ നികുതി ഘടന ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടക്കും. പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൂടി ഇറങ്ങിയാൽ ആ തീരുമാനം നടപ്പാക്കാനും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുമുള്ള നടപടികൾ പൂർത്തിയാകും. എന്നാൽ അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ഫിനാൻസ് ബില്ലിന് മുമ്പ് തന്നെ പാർട്ടിയിലും മുന്നണിയിലും സമവായം വേണമെന്ന ശക്തമായ ആവശ്യവും സമ്മർദ്ദവുമാണ് മുഖ്യമന്ത്രിക്ക് മേൽ ഉയരുന്നത്. പാർട്ടി KPCCയുടെ പ്രധാനപ്പെട്ട നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്ത് ഇക്കാര്യത്തിലൊരു നയപരമായ തീരുമാനമെടുക്കണം. രാഷ്ട്രീയകാര്യ സമിതി എങ്കിലും യോഗം ചേരണമെന്ന ആവശ്യമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്നു വരുന്നത്. UDFും അതിനു മുമ്പ് ചേരണം. ഒന്നുകിൽ ഈ യോഗങ്ങൾ ചേരുകയോ അല്ലെങ്കിൽ നേതാക്കളെ നേരിട്ട് കണ്ട് സമവായ വഴി തുറക്കാനുള്ള ശ്രമമാകും മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തുക. അല്ലാതെ ഏകപക്ഷീയമായി അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഫിനാൻസ് ബിൽ കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. ഫിനാൻസ് ബില്ല് 1-ാം തീയതി പാസാക്കിയെടുക്കും. പ്രതിപക്ഷവും ഇത് വളരെ കരുതലോടുകൂടിയാണ് നീക്കങ്ങളെ കാണുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വളരെ നിർണായകമാണ്. മുന്നണിയിലും പാർട്ടിയിലും എതിർപ്പ് തീരുമാനം നടപ്പാക്കാൻ എത്രത്തോളം അദ്ദേഹം തയ്യാറാകുമെന്ന ചോദ്യമാണ് ബാക്കിയുള്ളത്. ഇന്നലെ അദ്ദേഹം ഒരു U-ടേൺ എന്ന് തോന്നിക്കാവുന്ന നിലപാടിലേക്ക് എത്താൻ കാരണം തുടർച്ചയായി തീരുമാനങ്ങൾ എടുക്കുകയും അത് പിന്നീട് പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിൻവലിക്കേണ്ടി വരികയും ചെയ്യുക എന്നുള്ളത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയാകും. അത് മുഖ്യമന്ത്രി ദുർബലനാകുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മേൽ ബാഹ്യ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അദ്ദേഹം തീരുമാനത്തിൽ പിന്നോട്ട് പോകുന്നുവെന്ന ഒരു ബോധ്യം ഉണ്ടാകാൻ ഇടയുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് വി ഡി സതീശൻ നികുതി നിർദ്ദേശം പിൻവലിക്കാൻ ഇന്നലെ തയ്യാറാകാത്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.